നമസ്കാരം, ഞാൻ മൃണാൾ. നിങ്ങൾ വയനാട് കണ്ടിട്ടുണ്ടോ? ഈ ടി വി കാണുന്ന മറ്റേ ആ വയനാടല്ല ഉദ്ദേശിക്കുന്നത്. അല്ല, ഇതിന് നിലവില്ലല്ലോടോ. നിങ്ങൾക്ക് വയനാടിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ബെസ്റ്റ് പരിപാടി, ഒരു കല്യാണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഗിഫ്റ്റ് ചെയ്താൽ മതി ആ കപ്പിളിന്. ഇവിടുത്തെ ഒരു ഹണിമൂണ് നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്താൽ അയാളത് മരിക്കുന്നവരെ മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കട്ടിൽ നോക്ക്. ഞാനൊരു 3-4 ദിവസം വയനാട്ടിൽ താമസിച്ചിട്ട് ഒരുപാട് സ്ഥലത്ത് പോകാൻ പോവാം. ഞാൻ ഒരുപാട് തവണ വയനാട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യം എനിക്ക് വയനാട് മൊത്തം ഒന്നുകൂടെ ഒന്ന് കാണും. നമ്മൾ മലയാളികൾ എന്തായാലും വരേണ്ട സ്ഥലമാണിത്. ഇറ്റ്സ് എ ബ്രില്യൻറ്റ് പ്ലേസ്. പിന്നെ പോർക്കും ബീഫും, കേരള രീതിയിലുള്ള ഏറ്റവും ബെസ്റ്റ് പോർക്കും ബീഫും. ഫ്രണ്ട്സിന് എല്ലാവരെയും കൊണ്ട് ഇത് വരാൻ പോവാ. നടന്ന് ശീലമില്ലാത്ത, തടിയണെങ്കിൽ ശീലമില്ലാത്ത ആൾക്കാർക്ക് ശരി പാടാ. ആ ട്രീ ഹൗസേ 8 നില മുകളിലാണ്. സ്റ്റെപ്പ് തന്നെ കയറണം, നടക്കണം. ഈ ബീഫൊക്കെ തിന്നണ്ടേ, അപ്പോൾ ഒന്ന് ദഹിക്കണം. ഇതിൻ്റെ താഴെ ചില ദിവസങ്ങളിൽ ആന ഇറങ്ങും. ഭയങ്കര ഫീലായിരിക്കും. ഇവിടെ വന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, വീണ്ടും കുട്ടിയാവാം, ചെറിയ കുട്ടി. കൊള്ളാലത്. പിന്നെ ഇറ്റ്സ് ലൈക്ക് മാൽദീവ്സ്. കടലല്ല, കാടാണ്. ആ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കാശുണ്ടായാൽ മതി. ഇപ്പോൾ ഒരു ഹോളിഡേ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു മലയാളി കൊണ്ട് വയനാട്ടിലേക്കാണ്. ഒരു നഷ്ടവും വരില്ല. നിങ്ങളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വയനാട്ടുകാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഹെൽപ്പ് എന്ന് പറയുന്നത് വയനാട്ടിലേക്ക് വരിക, ഇവിടെ താമസിക്കുക. ഇവിടുത്തെ റിസോർട്ടുകൾ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്റ്റേ തരും. ഇനി അങ്ങനെ എന്തെങ്കിലും അറേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യു കോൾ മീ, ഞാൻ കണക്ട് ചെയ്ത് തരാം. ഇത് കാണിച്ചു കൊടുക്കുക എല്ലാവർക്കും. നമ്മൾ വയനാട്ടിലേക്ക് ടൂറിസത്തിന് വരുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് റോഡ് സൈഡിൽ കടല വിൽക്കുന്ന ആളെ മുതൽ എല്ലാവരെയാണ്. അല്ലാതെ ഒരു റിസോർട്ടിൽ കൊടുക്കുന്ന വാടകയല്ല ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. അരി വിൽക്കുന്നവർ, ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്നത്, എല്ലാവർക്കും നമ്മളൊരു 10,000 രൂപയാണ് നമ്മൾ ചിലവാക്കുന്നതെങ്കിൽ അതിൻ്റെ ഓരോ പാട്ട് അവർക്കൊക്കെ കിട്ടുകയാണ്. ആൻഡ് ഇപ്പോൾ അവർക്ക് അത് അത്യാവശ്യമാണ്. ഓരോ റിസോർട്ടായിട്ട് ബന്ധപ്പെട്ട എത്ര പേരാണ്, ഓരോ ചെറിയ ചെറിയ ടെൻറ്റിലെ സ്റ്റേ ആയിട്ട് ബന്ധപ്പെട്ട എത്ര പേരാണ്. പേരൊക്കെ വീണ് ചെതറി കിടക്കുകയാണ്. പിന്നെ കുരങ്ങന്മാരും ഉണ്ടാവും. പേരക്കൽ പുളിയോ മലയെണ്ണം കഴിച്ചിട്ട് ബാക്കി മലയെണ്ണം കഴിച്ചതിന്റെ ബാക്കി കഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പറയാലോ. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന കുടംപുളി. ഇത് നല്ല മഞ്ഞ കളറിലാണ്. മഞ്ഞ കളറിലായി കഴിയുമ്പോൾ കട്ട് ചെയ്ത് ഉണക്കിയിട്ടാണ് കുടംപുളിയായിട്ട് ഉപയോഗിക്കുന്നത്. വയനാട്ടുകാരൊന്നും ഫ്രീ ആയിട്ട് വേണമെന്നല്ല പറയുന്നത്. അവർ ജോലി ചെയ്യാൻ തയ്യാറാണ്, അവർ ഓട്ടോ ഓടിക്കാൻ തയ്യാറാണ്, ടാക്സി ഓടിക്കാൻ തയ്യാറാണ്, നിങ്ങളെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരാൻ തയ്യാറാണ്, എല്ലാത്തിനും തയ്യാറാണ്, നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ തയ്യാറാണ്, എല്ലാത്തിനും തയ്യാറാണ്. അവർക്കൊന്നും ഫ്രീ ആയിട്ട് വേണ്ട. അവരുടെ ജോലി ചെയ്യേണ്ട ഒരു അവസരം നമ്മൾ ഇവിടെ വന്നിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി. 3000-ലധികം സ്റ്റേകളുണ്ട്. ടെൻറ്റുകൾ മുതൽ റിസോർട്ടുകൾ മുതൽ ഹോട്ടലുകൾ മുതൽ എല്ലാം. പല സ്ഥലത്തും ഒരു മനുഷ്യരില്ല. ഇപ്പോഴാണ് നമ്മൾ അവിടെ ചെന്നിട്ട് അവരെ സഹായിക്കേണ്ടത്. തടിയുള്ള ഒരാളെ ബഹുമാനിക്കാൻ പഠിക്കണോ? ഇങ്ങനെയാണോ ഷൂട്ട് ചെയ്യുന്നത്? അയ്യാ വാ. 8 നില ഹൈറ്റിലാണ്. 8 നില ഹൈറ്റിൽ ഇതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഏറ്റവും നല്ല. ഭാഗ്യമുണ്ടെങ്കിൽ ആനയ്ക്ക് അടി കൂടെ ഓടി നടക്കും. എനിക്ക് ഗുണങ്ങളുണ്ട് ഇവിടെ വെക്കുമ്പോൾ. ഇതിൻ്റെ അടിയിൽ രാത്രി ആനയൊക്കെ വരും ഇത്ര. അല്ല, ഞങ്ങൾ പിന്നെ ഫ്രണ്ട്സാണല്ലോ. എനിക്കൊരു കസിൻ ഉണ്ട്, ഹരി. അവനിപ്പോൾ ഓസ്ട്രേലിയയിലാണ്. അവൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അത്യാവശ്യം നല്ല തടിയുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ അവനെ ഹരിയാന എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇത് മരം അല്ലേ? അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് ചെറുതായിട്ട് ഭക്ഷണം കഴിക്കണം. ഒരുപാട് സ്റ്റെപ്പ് കയറിയതാ. ഒരു സായിപ്പിന് വരാമെങ്കിൽ നമുക്കും ഇപ്പൊ പോയിക്കൂടെ വയനാട്ടിലേക്ക്? ഇത് എന്റെ വയറ് കണ്ടിട്ട് ചിലപ്പോൾ പ്രസവിക്കാൻ പോവാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് സൂപ്പൊക്കെ തരുന്നത്. ഈ സൂപ്പിന്റെ കാര്യത്തിൽ നമ്മൾ ആദ്യം ചെയ്ത് സ്പൂണില്ലേ, അത് വേണ്ടാന്ന് വെക്കുക. വയനാട്ടിൽ കിട്ടുന്നത്ര നല്ല ആടും പോത്തും പോർക്കും ഒന്നും. അങ്കമാലിയിലെ പോർക്ക് എന്ന് പറയുന്നത് ബ്രോയിലർ കോഴി പോലെയാണ്. വ്യാവസായിക അടിസ്ഥാനം. ഇവിടുത്തെ മണ്ണിൽ ഇവിടുത്തെ സാധനങ്ങൾ കഴിച്ച് വളരുന്ന നമ്മൾ കഴിയുമ്പോൾ ആ രവിയേട്ടനെയൊക്കെ പോർക്കണ്ടല്ലോ. ഇതൊരു സിമ്പിൾ നാടൻ കുരുമുളകിട്ട് മട്ടന്റെ എല്ലിട്ട് ഉരുക്കി നല്ലോണം ഇളയ ഇറച്ചിയൊക്കെ ഇട്ടുണ്ടാക്കിയ സൂപ്പ്.
നിങ്ങൾ പറഞ്ഞ കേട്ടോ, ഇത് മാത്രം മതി. പൊറോട്ട, പിന്നെ ഒരു ഓംലെറ്റ് എഗ്ഗിൻ്റെ ഒരു സ്ലൈസാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബീഫ് നമ്മൾ കീമയാണ്. അത് കോഴിക്കോട്ടങ്ങാടിയിൽ നിന്ന് ചുരം കയറി വന്ന ആവോലിയാണ്. മാർക്കറ്റിൽ നിന്ന് ആവോലി നടന്ന് വന്ന് ഇവിടെ വന്ന് നിങ്ങളുടെ പ്ലേറ്റിൽ ഇങ്ങനെ ഇരിക്കാൻ ചോദിച്ചിട്ടുണ്ടാവും. വയനാട്ടിലേക്ക് ഒരു ടൂറിസ്റ്റ് വന്ന് ഇവിടുന്ന് ഒരു കഷ്ണം ആവോലി കഴിക്കുമ്പോഴേ വയനാട്ടിൽ ജോലി ചെയ്യുന്നവർക്കും വയനാട്ടിലെ റെസ്റ്റോറൻറ്റ് ഓണേഴ്സിനും മാത്രമല്ല അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത്. കടലിൽ പോയവർക്ക്, കോഴിക്കോട്ട് അങ്ങാടിയിൽ അത് എത്തിച്ചവർക്ക്, കോഴിക്കോട്ടങ്ങാടിയിൽ ആവോലി വിൽക്കുന്നവർക്ക്, ചുരം കയറി വരുന്ന ഡ്രൈവർക്ക്, പെട്രോൾ അടിച്ച ഡീസൽ അടിച്ച പെട്രോൾ പമ്പിൽ നിൽക്കുന്ന ജോലിക്കാർക്ക് വരെ ആ ഒരു ആവോലിയോട് പ്രയോജനമുണ്ട്. വയനാട് ജില്ല മൊത്തത്തിൽ ഒലിച്ചുപോയി, അവിടെ ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെയുള്ള പ്രചരണം കാരണം ടൂറിസ്റ്റുകൾ വരുന്നത് 10-1 താഴെയായി. എല്ലാ കച്ചവടവും മോശാവസ്ഥയിലാണ്. ഇപ്പോൾ നമുക്ക് വയനാടിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ സഹായം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് 2 ദിവസത്തേക്ക് ഒരു പകലെങ്കിലും ഒരു പകല് ഒരു ഹോളിഡേക്ക് ഒരു ട്രിപ്പിന് എല്ലാവരെയും കൂട്ടി അവിടെ പോവുക എന്നുള്ളത്. കരിന്തണ്ണൻ ഇല്ലായിരുന്നെങ്കിൽ വയനാട്ടിലേക്ക് ആൾക്കാർക്ക് വരാൻ പറ്റുമോ എന്ന് സംശയമാണ്. ചുരം കാണിച്ചു കൊടുത്ത് കരിന്തണ്ണനാണ്. പക്ഷേ ഒരു ഉപകാരം ചെയ്ത ആളെ അപ്പം തന്നെ നശിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളൊരു പരിപാടി. നമ്മളെ നല്ല എല്ലാവരുടെയും. ഇപ്പോൾ ഉപകാരം ചെയ്ത് കരിന്തണ്ണൻ ഉടനെ ബ്രിട്ടീഷുകാരങ്ങ് കൊന്നു. സിമ്പിൾ പരിപാടി. ചരിത്രം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പിടിച്ച് കെട്ടിയിട്ട് വന്നു, ആ ചങ്ങലയിലാണ് കെട്ടിയിട്ടത് വന്നു. മരം എത്ര അതിന് ശേഷം വളർന്നിട്ടും ആ ചങ്ങല അതുപോലെ അവിടെ നിൽക്കുന്നുണ്ട് എന്നുമാണ് കഥ. വയനാട്ടിൽ എന്തൊക്കെ സംഭവം. കരിന്തണ്ടൻ്റെ പ്രതിമയുടെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നാൽ മതി. പല സംഭവങ്ങളാണ്. അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ഒരു സംഭവമായി, ഒരു സ്ഥലമായിട്ട് മാറിക്കൊണ്ടിരിക്കുക വയനാട്. ഇതാണ് സിപ്പ് ലൈൻ. ഇപ്പം കണ്ട ഒരു സ്ഥലത്തും ഞാനല്ലാതെ വേറെ ആരും നിങ്ങൾ കണ്ടില്ലല്ലോ. ഇയാളും അവിടുത്തെ ജോലിക്കാരനാണ്, ടൂറിസ്റ്റ് അല്ല. എന്താണ് ഭീകരാവസ്ഥ നമുക്ക് കാണാം. 350 രൂപയാണ് ഒരാൾക്ക്. ഇങ്ങനൊരു എക്സ്പീരിയൻസ് എന്തായാലും 350 രൂപയ്ക്ക് വേറെ കിട്ടില്ലല്ലോ. കഴിഞ്ഞ വർഷം ഇതേ ദിവസം 173 പേരാണ് ഇവിടെ വന്നത്. ഇന്നലെ വന്ന എത്ര പേരാണെന്നറിയോ? 3 വണ്ടിയല്ല, 3 ആൾക്കാർ. അതാണ് വയനാട് ടൂറിസത്തിൻ്റെ ഭീകരാവസ്ഥ. ഇവർ പലരെയും ഇവിടെ ജോലി ചെയ്യുന്നവരൊക്കെ ഇപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതൊക്കെ സ്ഥിരമായിട്ട് ട്രാവലറുകളൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരെ വിളിക്കുമ്പോൾ അവർ റെഡിയായി വരാൻ. പക്ഷേ തമിഴ്നാട്ടിലെയും കർണാടകത്തിലേക്ക് ആളുകൾ വയനാട് നിന്ന് കേൾക്കുമ്പോഴേ അയ്യോ വയനാട് അവിടെ ഇല്ലല്ലോ, പോയല്ലോ, ഒലിച്ചു പോയല്ലോ എന്നാണ് ചോദിക്കുന്നത്. അവർ പറയുന്നതെന്ന് വെച്ചാൽ എത്രയോ ടാക്സിക്കാർ ഇതുവഴി പോകുമ്പോൾ ആൾക്കാർ ഇവിടെ ഇതും കൂടെ കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരും. ടാക്സിയേ ഇതുവഴി പോകുന്നില്ല. നോക്ക്, വേണമെങ്കിൽ ഇവിടെ ഒരു ടൈം ലാപ്സ് ക്യാമറ വെക്കാം. ഇല്ല, വണ്ടിയില്ല. യൂഷ്വലി ഒരു വണ്ടി ഈ റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്യാൻ പറ്റൂല. ഇന്നിപ്പോൾ വേണേൽ പാർക്ക് ചെയ്യാം. എന്താ പോകുന്നില്ല, വണ്ടി പാർക്ക് ചെയ്തൂടെ? ഒരു കുഴപ്പമില്ലല്ലോ, ആരും മാറ്റം പറയില്ലല്ലോ. ഇത് റോഡാണ്. അതും മഴ എന്ന് പറയുന്നതാണ് വയനാടിൻ്റെ പീക്ക്. മഴയത്തുള്ളത്രയും ഭംഗി വയനാട് വേറെ ഒരു സമയത്തും ഇല്ല. മഴ ഇതാ തീരാൻ പോകണം, ആരുമില്ല. നോബഡി ഈസ് ഹിയർ. ഇവിടെ എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട്? ഞങ്ങൾ ഓൾമോസ്റ്റ് ഇവിടെ 10 പേരുണ്ട്. 10 പേര്. കഴിഞ്ഞൊരു 40 ദിവസം 45 ദിവസമായിട്ട് നിങ്ങൾ ആരും വേറെ ആരുമില്ല? ഇല്ല, ആള് വളരെ ഡൗൺ പറഞ്ഞാൽ നമുക്ക് റണ്ണിങ് കോസ്റ്റ് പോലും ഇല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ഒരു 10,000 രൂപ ശമ്പളമുള്ള ആൾക്ക് പോലും ചിലപ്പോൾ ഈ മാസം ശമ്പളം കിട്ടിയില്ല എന്ന് വരും. എത്തിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ നമ്മളതാണെങ്കിൽ പോലും മുതലാളി വല്ല കട കൊടുക്കേണ്ടി വരും ഓട്ടിക്ക് എത്തിക്കണമെന്ന്. കാരണം ബിസിനസ്സില്ല, ബിസിനസ് വളരെ ഡള്ളാണ്. ഞാൻ പറഞ്ഞില്ല, ഇന്നലത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് മൂന്നാളെ ചെയ്തു. 3 ചെയ്താൽ 10 ആളെ ഫുഡ് പൈസ എത്ര വേണം? ഉച്ചക്കത്തെ ലഞ്ച് പൈസ മാത്രം, അത് മാത്രം കണക്കൂട്ടി വേണം. അതാണ് നമ്മുടെ സിറ്റുവേഷൻ. റണ്ണിങ് കോസ്റ്റ് പോലും എത്തില്ല. പിന്നെ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ കൂട്ടിയിട്ട് ഈ 3 ആളും വരില്ല. 3 ആളും തീരെ ഗസ്റ്റ് അല്ല. അതുകൊണ്ട് വയനാട്ടുകാരനാണോ? ഇവിടെ തൊട്ടടുത്ത് തന്നെ 3 കിലോമീറ്റർ. ശരി. വയനാട്ടിലെ ബ്രാൻഡഡ് ആയിട്ട്, അതായത് മാരിയറ്റ്, ക്രൗൺ പ്ലാസ അങ്ങനെയൊക്കെ പറയും, അതുപോലത്തെ ഒരേ ഒരു പ്രോപ്പർട്ടിയാണ് ഇത് താജ്. ഇത് എന്തായാലും ലോകം മുഴുവൻ അറിയുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഇഷ്ടംപോലെ ആളുകൾ വരേണ്ടതാണ്. 100% ഒക്യുപ്പൻസിയാണ് എല്ലാ വീക്കെൻഡിലും താജ് ഉണ്ടായിരുന്നത് ലാൻഡ് സ്ലൈഡിന് മുമ്പ്. ഇപ്പോൾ അത് ലെസ് ദാൻ 30% താജായിട്ട് പോലും. ഇത് സ്ഥലം നോക്ക്, ഇത് ബാണാസുര സാഗറാണ്. ഇതൊക്കെ ഇത് വ്യൂ. സമയം വൈകിട്ട് 5:30. ഇത് ബാറാണ്, ആൾക്കാരില്ല. എന്താല്ലേ, ഒരു വെള്ളിയാഴ്ച വൈകിട്ട്, ഒരു വീക്കെൻഡ് തുടങ്ങുന്ന ദിവസം വൈകിട്ട് 5:30
ഇത്രയും ബെസ്റ്റ് വ്യൂ ഉള്ള ഇത്രയും വലിയ ബ്രാൻഡ് ഉണ്ട് ഇവിടെ ഈ ബാറിൽ. ഇവിടെ താമസിക്കണ്ടല്ലോ, ഇവിടെ വന്ന് ഇരിക്കാനോ കഴിക്കാനോ കുടിക്കാനോ താമസിക്കണ്ടല്ലോ, ആരുമില്ല. രണ്ടുപേരും ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നു, വേറെ ആരുമില്ല. ഇതിൻ്റെ അവസ്ഥ ശരിക്കും നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ പോകുന്ന ഓരോ സ്ഥലത്തും ഓരോ സ്ഥാപനങ്ങളിലും സ്റ്റാഫ് ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ആരെങ്കിലും ഒരാൾ വന്നിരുന്നെങ്കിൽ എന്ന്. എങ്ങനെയുണ്ട് കച്ചവടം? കച്ചവടം എന്ന് പറയുന്നത് വളരെ മോശമെന്നല്ല, ഇല്ല. നിങ്ങൾക്ക് ഇവിടെയുള്ള ഈ വഴികൾ അല്ലെങ്കിൽ വരുന്ന ഒരു ഹോട്ടലുകൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമ്മുടെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം ഇവിടെ ആൾക്കാർ വരണം, ആൾക്കാർ വന്നെങ്കിൽ ഇവിടെയുള്ള എല്ലായിടത്തും ആൾക്കാരുണ്ട്. നമുക്ക് സ്റ്റാഫുണ്ട് ഇവിടെ 18 പേരോളം ഉണ്ട് സ്റ്റാഫ്. ഈ മാസം എങ്ങനെ ശമ്പളം കൊടുക്കും? ഈ മാസം ശമ്പളം കൊടുക്കാം, മുതലാളിമാർ കഴിഞ്ഞാൽ ശമ്പളം കൊടുക്കും. ഇന്നിവിടെ എത്ര വണ്ടി വന്നു? ഒരു വണ്ടി, ഞങ്ങളുടെ ഈ വണ്ടി ഒഴികെ ഒരു വണ്ടി, ആ പടം ഒരൊറ്റ വണ്ടി, ഒറ്റ വണ്ടി. 6 മണിയായി. 6 മണി കട അടച്ച് ബാക്കി സ്റ്റാഫുകളെല്ലാം പോയി. കാരണം എത്ര രാവിലെ വൈകുന്നേരം വരെ ഇവിടെ ഇരുന്നു. സാധാരണ ഇങ്ങനത്തെ ഒരു വീക്കെൻഡ് ദിവസം എത്ര വണ്ടി വരും? ശനിയാഴ്ച ദിവസമാണ് ഏറ്റവും കുറഞ്ഞൊരു 60 വണ്ടിക്ക് മേളിൽ ഏറ്റവും കുറഞ്ഞത്. ഓർണമെൻ്റൽ പ്ലാന്റ് ആണ് ഇത്. നമ്മളിങ്ങനെ വിരിഞ്ഞ ഒരു ചെടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ലേഡീസിൻ്റെ കാലിൽ ഷൂ ഇട്ട പോലെ ഉണ്ടാവും. ജസ്റ്റ് ഓർണമെൻ്റൽ പ്ലാന്റ് ആണ്. മെഡിസിനുകളുടെ ഷോപ്പുകളാണ്, എന്താ പ്രൊഡക്റ്റുകളാണ് നമ്മുടെ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, എന്തുകൊണ്ട് ആൾ വരാത്തത്? അതിപ്പം നമ്മളിപ്പോൾ എന്താ പറയുക, മീഡിയക്കകത്ത് ഇപ്പോൾ ആദ്യം പറഞ്ഞു വയനാട് ഫുള്ള് പോയെന്നാണ് ആദ്യത്തെ ഒരു സ്പ്രെഡായത്. വയനാട്ടിൽ പ്രോബ്ലമാണ്. നമുക്കിപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരുന്ന കസ്റ്റമറാണെങ്കിൽ പോലും ഒത്തിരി പേര് നമുക്ക് ഔട്ട് സൈഡിലുള്ള ആൾക്കാരുണ്ട്. അവർ വിളിച്ച് നിങ്ങൾ സേഫ് ആണോ എന്ന്. ആ സമയത്ത് എനിക്ക് വന്ന കോളിനൊരു കണക്ഷൻ. ഞാൻ ഈ പ്രശ്നം നടന്നപ്പോൾ വയനാട്ടിലെ സകല സുഹൃത്തുക്കളെ വിളിച്ചു. ബന്ധമില്ല. നമ്മുടെ ഇവിടുന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, അവിടെ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രയും കിലോമീറ്റർ അകലെയാണ്. നമുക്ക് പ്രൊഡക്റ്റുകളെല്ലാം നമ്മൾ ഇപ്പോൾ എന്താ പറയുക, നമ്മൾ സാധനങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു കുറച്ച് കച്ചവടമുള്ള കാരണം മാത്രം നമ്മളിപ്പോൾ ഇത് തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അടച്ചിട്ട് പോകും. കാരണം നമുക്ക് റെഗുലർ ആയിട്ടുള്ള കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. ഇതെല്ലാം ആയുർവേദിക് മെഡിസിനുകൾ കാര്യങ്ങളൊക്കെ റീ ഓർഡർ ഉള്ള സാധനങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ 18 പേര് ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് എന്തെങ്കിലും വരുമാനം വേണ്ടേ? ഈ പണി അല്ലാതെ വേറെ പണി അറിയത്തില്ലാത്ത ആൾക്കാരുണ്ടല്ലോ. വേറെ പണിയില്ല. നമ്മൾ സീസണുള്ള സമയത്ത് മാത്രം പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. സീസണുള്ള സമയത്ത് നമുക്ക് വേണ്ടി വർക്ക് ചെയ്ത ആൾക്കാരാണ്. ബ്ലാക്ക് കാഡമോ എന്ന് പറയും. നമ്മൾ ഈ വെളിയിലുള്ള ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇത് ഉണങ്ങി കഴിയുമ്പോൾ കറുത്ത നിറത്തിലുള്ള ഏലക്കായിരിക്കും. മസാലയ്ക്കകത്തൊക്കെ നോർത്ത് ഇന്ത്യൻസൊക്കെ അധികം യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ബ്ലാക്ക് കാഡമോ എന്ന് പറയുന്ന സാധനമാണ്. ഏലക്ക പോലെ തന്നെ, ഏലക്കയുടെ ജെൻസ് തന്നെ ബ്ലാക്ക് കാഡമോ ഏലക്കാക്കാലം വലുതാണ്. മാർക്കറ്റിൽ നല്ല വിലയുള്ള സാധനമാണ്. ബ്ലാക്ക് കാഡമോ എന്ന് പറയുന്നൊരു സാധനമാണ്. അപ്പൊ നിങ്ങളുടെ സ്പൈസസ് ഒക്കെ ഇവിടെ വളരുന്നത് ആൾക്കാർക്ക് കണ്ട് മനസ്സിലാക്കി വാങ്ങാം. എല്ലാം A to Z എല്ലാം ഉണ്ട്. ഏലക്ക, കുരുമുളക്, ജാതി, കാപ്പി, കൊക്കോ, വാനില, സിനമൺ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്കൊരു ഡെമോൺസ്ട്രേഷൻ പ്ലാന്റേഷനാണിത്. പിന്നെ കൂടുതൽ നമ്മളിവിടെ ലോക്കലിൽ നിന്ന് കളക്ട് ചെയ്യുന്ന കുരുമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. സ്പൈസസുകളെല്ലാം തന്നെ നമ്മുടെ ഇവിടുത്തെ ലോക്കൽ സാധനങ്ങൾ തന്നെയാണ്. ഇതൊക്കെ നമുക്ക് വെളിയിൽ നിന്ന് വരുന്നവർക്കൊന്നും അറിയില്ല വാനില ബീൻസ് എങ്ങനെ എന്താ ഉണ്ടാകുന്നത്. ഐസ്ക്രീം ഉണ്ടാവേണ്ടത് ഈ സാധനത്തിൽ തന്നെ പോളിനേഷൻ ആകത്തില്ല. നമ്മൾ കൈകൊണ്ട് പോളിനേഷൻ ചെയ്തെടുത്ത് ബീൻസ് ആക്കി എടുക്കുന്നതാണ്. ഇത് ഫുള്ള് അതാ നോക്കി അങ്ങോട്ട് നോക്കി അത് ഫുള്ള് വാനില തന്നെ നിറച്ച് വാനില കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത്. ലൈറ്റ് പോയി, ഇന്നിനി ഷൂട്ട് ചെയ്തൊന്നും കാണൂല. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ പലതും ഉണ്ട്. അല്ലെ ഞങ്ങളിപ്പോ വരുന്നത് നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഇതേപോലെയാണ് ഞങ്ങൾ ഓരോ സ്ഥലത്തും പോകുന്നത്. എല്ലാ സ്ഥലത്തും പോയി ഷൂട്ട് ചെയ്യാൻ നോക്കുകയാണ്. അപ്പൊ ഈ ആനിമൽസിന്റെയും ഇത് തുറന്നിട്ടില്ല എന്നല്ല നിങ്ങൾ പറയുന്നത്. ഈ പ്രശ്നത്തിന് ശേഷം തുറന്നിട്ടില്ല. പക്ഷെ ഈ പ്രശ്നമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ടൂറിസ്റ്റുകൾ വന്നെങ്കിൽ ആളില്ല. ശരിയാണ്.